ശുഭിത യൗവനം. ഒരു വടക്കേന്ത്യയിൽ അത് അമിതാഭ് ബച്ചൻ പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ ശുഭിത യൗവനം എന്ന് പറയുന്നതിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പൃഥ്വിരാജ് അത്യാവശ്യം ആ പേരുകളെല്ലാം കിട്ടുന്നുണ്ട്. അല്ല, സുകുമാർ സാറിന്റെ ആദ്യത്തെ പേര് തന്നെയായിരുന്നു. അതെ, ശുഭിത യൗവനം. അതാ ഞാൻ യൂണിവേഴ്സിറ്റി പറഞ്ഞത്, കോളേജിലൊക്കെ വെച്ചിട്ട് ആ പിള്ളേരൊക്കെ അത് സുഖം ഇറങ്ങിയപ്പോ ആംഗ്രി യങ് മാൻ. അതെ. ആംഗ്രിയാ. ഇത് കുറച്ച് പൃഥ്വിരാജനും അത്യാവശ്യം ഉണ്ട്. കുറച്ചല്ല അതേ സ്വഭാവം, അതെ. വെട്ടിത്തുറഞ്ഞ് പറയും, അറിയും. സത്യസന്ധമായിരിക്കും. ആ. പുള്ളി വളരെ പറ്റുമെങ്കിൽ പറ്റും, പറ്റില്ലെങ്കിൽ പറ്റില്ല. ആ. അതില് എന്ത് ആ സമയത്തുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ പറയുമ്പോൾ. അതെ, ശരിയാ. ഈ വെറുതെ പുറകെ പ്രൊഡ്യൂസേഴ്സിനെ നടത്തുകയോ മറ്റ് ഡയറക്ടർമാരെ നടത്തുകയൊന്നുമില്ല. എനിക്ക് പറ്റുമെങ്കിൽ പറ്റും, ചെയ്യാൻ. അല്ല, ഞാൻ ഇതിന്റെ ഒരു ടെൻഷന് ഇപ്പം നമ്മള് ഇപ്പം അമ്മയെന്നുള്ള നിലയിലും ഭാര്യ എന്നുള്ള നിലയിലും ഇതിന്റെ ടെൻഷനും ചെറിയ ചെറിയ പരാതികളും കേൾക്കാറുണ്ട്. ചേച്ചിയുടെ അടുത്ത് വരുന്നില്ലേ? തീർച്ചയായിട്ടും കേൾക്കാറുണ്ട്. കാരണം രാജു ഇങ്ങനെ ഗൗരവത്തിലിരുന്നു, മൂളിയതേ ഉള്ളൂ, ചിരിച്ചില്ല എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ പറയും, അത് ഒന്ന് അച്ഛനും ഒന്ന് അമ്മയോ, അത് അച്ഛനാ. അധികം മൂളലും ചിരിയും ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, അതിനുള്ള മറുപടി അവൻ പറയും. ഇത് ഞാനും എന്തെങ്കിലും കുറച്ച് കൂടുതൽ ഞങ്ങളുടേതായ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, ചിരി, കളി, കുശലം ചോദിച്ചു, എങ്ങനെ വന്നു, എങ്ങോട്ട് പോയി, കാറി വന്നോ, ബസ്, ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ഒരു പുസ്തകം തരാൻ വന്നവരായിരിക്കും. പക്ഷെ ഞാനും എന്തെങ്കിലും അങ്ങനെ കുറച്ചിട്ട് കൂടുതൽ സംസാരിക്കുകയും ഇവർ രണ്ടുപേരും ഒട്ടും സംസാരിക്കാതിരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഒരിക്കൽ പറഞ്ഞു, ദൈവമേ എന്ന് ഞാൻ ആലോചിക്കും, നമ്മുടെ ദാസേൻ്റെ ഭാര്യ പ്രഭ ഒരിക്കൽ വീട്ടിൽ വന്നു ഞങ്ങളുടെ. വന്നപ്പോൾ സുഖേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ സംസാരിച്ചു. പ്രഭ വന്നേണ്ടൊക്കെ ചോദിച്ചപ്പോൾ ആ ശരി, അപ്പോൾ ദാസൻ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഞെക്കി മൂളിയൊക്കെ മൂന്നു. പ്രഭ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുവാ സുഖേട്ടാ, എന്തോ വിചാരിച്ചാണ് പ്രഭ? അയ്യോ ദൈവമേ, ദാസേട്ടനോടൊക്കെ പോയി പറയുമോ, എന്തോ സുഖേട്ടൻ എന്തോ ഇങ്ങനെ മൂകി എന്നൊക്കെ പറഞ്ഞല്ലാതെ ഒന്ന് കാര്യമായിട്ട് അല്ല, അത് നീ ഒരു അവസരം തന്നിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനായിട്ട്. നമ്മൾ രണ്ടുപേരും കൂടെ ആയിക്കഴിഞ്ഞാൽ മേലാലേ വീട്ടിലോട്ട് പ്രഭ കയറുകയല്ല എന്ന് പറഞ്ഞ ആളാ. അതൊക്കെ സംസാരം വളരെ കുറവാ, അച്ഛനും ഇളയ മോനും. അല്ല, വീടിനുള്ളിൽ രണ്ടുപേരും നല്ല തമാശ. അതെ, ശരിയാണ്. സാറും അതെ, രാജു അതെ. അത് ഈ പുറത്ത് കാണുന്ന ആൾക്കാരെ അല്ല, വീടിന്റെ ഉള്ളിൽ അത് സത്യം. വീട്ടിൽ രണ്ടുപേരും നല്ലോണം തമാശയും പറയും. സിൽക്ക് സ്മിതയുടെ ഡാൻസ് ഒക്കെ കളിക്കും. സ്മിതയുടെ മുമ്പിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ. മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു. ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ സ്മിതയുണ്ട്. പാത്തികളൊക്കെ എന്നതാ പണ്ടാങ്ക ഞാൻ ഇപ്പടിയാക്കാ ഡാൻസ് പണ്ടെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. സുഖേട്ടനെ എനിക്ക് അവസാനം ലാസ്റ്റ് കോള് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വിളിച്ച ആൻ്റണി, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വാഴുന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു, ഇന്ദിരാഗാന്ധിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സുഖേട്ടൻ കിടക്കേണ്ട ആവശ്യമില്ല, ആരെങ്കിലും ചേച്ചി ഓടി അവിടെ ചെന്നപ്പോഴത്തേക്കും മരിച്ചുപോയി, കാണാൻ പറ്റിയില്ല.